നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 25 മുതൽ ജാനുവരി 31 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മുൻപ് ചെയ്തു കൊടുത്ത സഹായങ്ങൾ പലിശ സഹിതം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റം വരാം. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും അപ്രതീക്ഷിത ധനസഹായം ഉണ്ടാകും. വാരമധ്യത്തിൽ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത്. മാനസികമായും സാമ്പത്തികമായും സന്തോഷവും ദുഃഖവും ഒരുപോലെ അനുഭവപ്പെട്ടേക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാര ആരംഭത്തിൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഉചിതമായിരിക്കും. വിടുവായത്തരം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. സ്ത്രീകൾ മൂലം ബുദ്ധിമുട്ടുകൾക്കും തൊഴിൽ ക്ലേശത്തിനും സാധ്യതയുണ്ട്. വാരമധ്യത്തിൽ കൃഷി സംബന്ധമായ ബിസിനസ് നടത്തുന്നവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ രൂപപ്പെടാം. വ്യാഴം ശനി എന്നിവയുടെ ദശാപഹാരങ്ങൾ ഉള്ളവർ ജാതകം പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നത് ദുരിതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ഉന്നത സ്ഥാനപ്രാപ്തി, മനസ്സന്തോഷം, സാമ്പത്തിക ഉന്നതി എന്നിവ ഉണ്ടാകും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രവർത്തനം ലാഭകരമാകും. വിശിഷ്ട വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാം. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാം. വാരമധ്യത്തിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെ അതിജീവിക്കാൻ സാധിക്കും. വാരാന്ത്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും ചികിത്സയിലൂടെ ഭേദമാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും യാത്രകൾ പോകാനും അവസരം ലഭിക്കും. വാരത്തിന്റെ അവസാനം സ്ത്രീ വിഷയങ്ങളിൽ ജാഗ്രത വേണം. അപവാദം, മാനഹാനി, പണനഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അസുഖങ്ങൾ അല്പം മൂർച്ഛിക്കുമെങ്കിലും രോഗശാന്തി ലഭിക്കും. ദമ്പതികൾക്കിടയിൽ നിസ്സാര കാര്യങ്ങളിൽ അകൽച്ചയുണ്ടാകാം. ആഡംബരപ്രിയം മൂലം വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടായേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തുടക്കത്തിൽ മാനസികവും ശാരീരികവുമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. വാരമധ്യത്തോടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധി, ദാമ്പത്യ ഐക്യം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. വിദേശയാത്ര എന്ന ആഗ്രഹം സഫലമാക്കാൻ ചിലർക്ക് സാധിക്കും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. തൊഴിൽ ക്ലേശങ്ങൾ കുറയുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തുടക്കത്തിൽ ശത്രുശല്യം, പരാജയം, മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടായേക്കാമെങ്കിലും അവയെ മറികടക്കാൻ സാധിക്കും. ജലസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങൾ വലിയ പ്രശ്നങ്ങളാകാതെ നോക്കണം. ബിസിനസ്സിൽ പണം മുടക്കിയവർ സംയമനം പാലിക്കേണ്ട സമയമാണ്. വാരാന്ത്യത്തോടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിൽ രഹിതർക്ക് അർഹമായ ജോലി ലഭിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കാളിയാകാൻ അവസരം ലഭിക്കും. പല വഴികളിലൂടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരാമധ്യത്തിൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദരരോഗങ്ങൾ രൂപപ്പെട്ടേക്കാം. കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടണം. രേഖകളിൽ ഒപ്പിടുമ്പോൾ ആലോചന വേണം. കേസ് വഴക്കുകൾ ഉണ്ടായേക്കാമെങ്കിലും വിജയിക്കാൻ സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബസൗഖ്യം, സാമ്പത്തിക പുരോഗതി, തൊഴിൽ വിജയം, സർവകാര്യ വിജയം എന്നിവ ഈ ആഴ്ച ലഭിക്കും. അപ്രതീക്ഷിതമായി ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും. പഴയ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാനും ഉല്ലാസയാത്രകൾ പോകാനും അവസരം ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് പ്രവർത്തനം ലാഭകരമാകുന്ന സവിശേഷ യോഗമുണ്ട്. എല്ലാ കാര്യത്തിലും പോസിറ്റീവായി ഇടപെടാൻ സാധിക്കും. വാരാന്ത്യത്തിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ ശ്രദ്ധിക്കണം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തുടക്കത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഉറക്കക്കുറവ്, ഉദരപ്രശ്നങ്ങൾ എന്നിവ അലട്ടിയേക്കാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരമധ്യത്തോടെ സാമ്പത്തിക ലാഭം, രോഗശാന്തി, ദാമ്പത്യ ഐക്യം, ശത്രുനാശം എന്നിവ അനുഭവപ്പെടാം. തൊഴിൽ രംഗത്ത് വിജയവും കീർത്തിയും ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. തുടക്കത്തിൽ ശാരീരിക സുഖക്കുറവും ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. മാതൃസ്ഥാനത്തുള്ളവർക്ക് ദുരിതം വരാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണം. വാരാന്ത്യത്തോടെ അപ്രതീക്ഷിത ധനലാഭമോ ഭൂമി ലാഭമോ പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കളുടെ ബിസിനസ് നടത്തുന്നവർക്ക് ലാഭം ലഭിക്കും. പുതിയ വാഹനം, വീട്, രോഗശാന്തി എന്നിവ ഉണ്ടാകും. പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തുടക്കത്തിൽ കുടുംബപരമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാമെങ്കിലും ദൈവാധീനത്താൽ അവ മാറും. വാരമധ്യത്തിൽ ശത്രുക്കൾ മിത്രങ്ങളായി മാറാൻ ശ്രമിക്കും.
കൃഷി, പക്ഷി, മൃഗാദികളുടെ ബിസിനസ് എന്നിവയിൽ ലാഭം ലഭിക്കും. തൊഴിൽ വിജയം, വിവാഹലാഭം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തോടെ സന്താനങ്ങൾക്ക് ദുരിതമോ ദുഃഖമോ വരാൻ സാധ്യതയുള്ളതിനാൽ മാനസികമായി ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. മീനം രാശി പുരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. ഗുണദോഷ സമ്മിശ്രമായ വാരമാണിത്. ഉന്നത സ്ഥാനപ്രാപ്തി, കുടുംബസൗഖ്യം, വാഹനഭാഗ്യം, കൃഷിയിൽ നിന്നുള്ള ലാഭം എന്നിവ ഉണ്ടാകും. കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. ശത്രുക്കളുടെ മേൽ വിജയം നേടാനോ അവരുമായി ഒത്തുതീർപ്പിലെത്താനോ സാധിക്കും. ഗവൺമെന്റ് തലത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ വാരത്തിന്റെ അവസാനം പ്രിയപ്പെട്ടവർക്ക് രോഗാദി ദുരിതങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.